റസൂലിനെ പിൻപറ്റി വന്ന ഒരാൾ റസൂലിന്റെ സ്വന്തമാണ്, പക്ഷെ തെറ്റിയിരുന്നു, തെറ്റിയിരുന്നു. ഷഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ ദോഷികൾക്ക് വരെ എൻ്റെ ഷഫാഅത്ത് ഉണ്ടാവും. മനസ്സിലായില്ല? ഒരാരിൽ പെടണം? എന്നിൽ പെടണം. എന്നിൽപ്പെട്ടവർക്ക് ബില്ലനല്ല. ഒരു തെറ്റിന് ശരിയായി തെറ്റും ചെയ്യും, തെറ്റ് ചെയ്തവർക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യും. അപ്പോ ഈ ലിസ്റ്റിലുണ്ടാണോ? ആരെ ലിസ്റ്റിൽ? റസൂലുള്ളാഹിന്റെ ലിസ്റ്റിലുണ്ടാണോ? റസൂലുള്ളാഹിന്റെ ലിസ്റ്റിലുണ്ടാണോ? ഇജ്ജ് വൻതെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, റസൂലുള്ളാഹി നിനക്ക് ശഫാഅത്ത് ചെയ്തേക്കും. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ ഇന്നാ ഹുദ്നാ ഇലൈക ഖാല അദാബി ഉസ്രിബു ബിഹി മൻ യശാ. എന്നിട്ട് അല്ലാഹ് പറയാണ് 156-ാമത്തെ ആയത്ത്, റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് ഞാൻ എല്ലാത്തിനും വിശാലമാക്കിയിട്ടുണ്ട്. എൻ്റെ റഹ്മത്ത് എല്ലാവർക്കും കിട്ടാവുന്ന പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ റഹ്മത്തിന് ഒരു ബുഹലും ഇല്ല. എൻ്റെ റഹ്മത്ത് ആർക്കും കൊടുക്കും? അതിനെ നോക്കണ്ടോ? നോക്കണേ. എൻ്റെ റഹ്മത്ത് ആർക്കും കൊടുക്കും? ആർക്കും കൊടുക്കും. അത് ഇന്നോർക്ക് കൊടുക്കണമെന്ന് ഇന്നോർക്ക് കൊടുക്കരുതെന്നൊന്നുമില്ല. എൻ്റെ റഹ്മത്ത് എനിക്ക് പൊരുത്തപ്പെട്ട എൻ്റെ റഹ്മത്ത് റഹ്മത്തി വസിഅത് കുല്ല ഷൈ. 2 തരം റഹ്മത്തുണ്ട്. റഹ്മത്തല്ലാത്ത റഹ്മത്തുണ്ട്, റഹ്മത്തായ റഹ്മത്തുണ്ട്. റഹ്മത്തിൽ ഇനിയൊരു റഹ്മത്തുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? റഹ്മത്തിലും ഒരു റഹ്മത്തുണ്ട്, റഹ്മത്തല്ലാത്ത റഹ്മത്തുണ്ട്. എന്നാ റഹ്മത്ത് തന്നെ, എന്നാ റഹ്മത്തല്ല. 2 തരത്തിൽ റഹ്മത്തുണ്ട്. നല്ലോണം തല കൊണ്ട് ആലോചിച്ച് ഇരുന്നാൽ ഞാൻ പറഞ്ഞുതരാം. 2 തരം റഹ്മത്തുണ്ട്. റഹ്മത്തായ റഹ്മത്തുണ്ട്, റഹ്മത്തല്ലാത്ത റഹ്മത്തുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഉച്ചക്ക് നട്ടുച്ച നേരം ചോറ് തിന്നണം. 10 പൈസ കയ്യിലില്ല. മനസ്സിലാവണ്ട നിങ്ങൾ പറഞ്ഞത്? ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു ഹോട്ടലിന്റെ മുന്നിലെത്തിയത്. ഒരടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ ഹോട്ടലിൽ കയറി ചോറ് തരണം, ചോറ് കൊണ്ടുവന്നു. ചോറ് കൊണ്ടുവന്നോ, കറി കൊണ്ടുവന്നോ, എരിശ്ശേരി, പുളിശ്ശേരി, പപ്പടം, മീന്, മറ്റേ മറിച്ച്, ഞാൻ പറഞ്ഞില്ലേ നല്ല കഷ്ണം മീന് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. എനിക്ക് തൊള്ളവരെ തുറക്കാൻ വയ്യ, ആ ജാതി തീറ്റണിച്ചിട്ട് കഴിഞ്ഞ്. ഇനി നേരെ പൈസ വാങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ. മനസ്സിലായില്ല? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതായി മാറും. പൈസ ചോദിച്ചു, പൈസ ഇല്ലാറും. ഒരാഴ്ച പാത്രം മുറിക്കോ. അപ്പൊ ഇതായി. അപ്പൊ പറയടോ അപ്പൊ അതെന്തായി? അതല്ല ചോദ്യമുണ്ട്, അതിന് വ്യവസ്ഥ ഉണ്ട്, അതിന് കണക്കുണ്ട്, അതിന് വലിയ പ്രശ്നമുണ്ട്. ഇനി അവിടെ കൊല്ലമായി വൃത്തിയാക്കാത്ത അവിടെ ബാക്ക് സൈഡിലൊരു ഏരിയ ഉണ്ട്. അവിടെ കുത്തുന്ന മീൻ മുറിക്കണം. അവിടെ കാല് കെട്ടി അവിടെ നട്ട കയറും. അല്ലാതെ നിൽക്കണം. വിറക് വെട്ടണം, പ്ലേറ്റ് മോറണം. 12 മണിക്കല്ല അത് കിടക്കാൻ പറ്റൂല. അങ്ങനെ ഒരാഴ്ച ചെയ്യണം. എന്തിനു പകരം? ഒരു നേരത്തെ ചോറിനാകരം, ഇല്ലെങ്കിൽ പൈസ ഇറക്കണം, ഇല്ലെങ്കിൽ ഒരാഴ്ച പണിയെടുക്കണം. അപ്പൊ തിന്ന ചോറ് റഹ്മത്തല്ലേ? റഹ്മത്താണോ അല്ലേ? പറയുടെ ചെങ്ങ റഹ്മത്തല്ലേ? റഹ്മത്താണ്. എന്നാ റഹ്മത്തല്ല. അല്ല ലാഭ. ഇവിടെ നിൽക്കുന്നതൊക്കെ ലാഭ. ഇവിടെ നിൽക്കുന്നതും കുടിക്കുന്നതും ഇരിക്കുന്നതും ഈ ബെഡിൽ പോയി കുത്തിരിക്കണം, അത് രകാബ. ഇവിടെ റഹ്മത്ത, അവിടെ രകാബ. റഹ്മത്തി വസിഅത് കുല്ല ഷൈ. എല്ലാവർക്കും കൊടുക്കും. ഞാൻ കൊടുക്കുമ്പോൾ കൊടുക്കും, പക്ഷേ പിന്നെ ബില്ലുണ്ടാവും. മനസ്സിലായില്ല? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്തിനു മുണങ്ങിയെന്ന് ചോദിക്കും. അപ്പൊ ബില്ലായി, അപ്പൊ പ്രശ്നമായി. ഇവിടെ ഒരാഴ്ച ഹോട്ടലിൽ പാത്രം കയറ്റിയാൽ മതി. അവിടെ ഒരാഴ്ച, 2 ആഴ്ച, 10 ആഴ്ച, 100 ആഴ്ച പറ്റൂല. ഖാലിദീന ഫീഹാ. അവർ 2 സൈസ് റഹ്മത്തുണ്ട്. മനസ്സിലായില്ല? അദാബാകുന്ന റഹ്മത്തുണ്ട്, റഹ്മത്തായ റഹ്മത്തുണ്ട്. നല്ലോണം ചിന്തിക്കണം.
അപ്പോൾ ഇബ്ലീസ് റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് വിചാരിച്ചു എന്ത് എനിക്കുണ്ട്, എന്ത് അങ്ങനെ റഹ്മത്ത് വസിഅത്താണ് എങ്കിൽ അത് എനിക്കും കിട്ടുമല്ലോ. അവനുള്ള മറുപടിയാണ് ഈ ആയത്തിൽ അടുത്ത വാക്ക്. എന്താണ് ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞത്? ഇബ്ലീസിനുള്ള മറുപടിയാണ് ഞാൻ റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എല്ലാ ഷൈയിലേക്കും വിശാലമായിട്ടുണ്ട് എൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോൾ ഷൈ എല്ലാവരും പെട്ടു, ഇബ്ലീസ് പെട്ടല്ലോ. അപ്പൊ എനിക്കും റഹ്മത്ത് കിട്ടുമെന്ന് വിചാരിച്ചു. അടുത്ത മറുപടി ഫസഅക്തുബുഹാ, അത് ഞാൻ എഴുതി വെക്കുക ലില്ലദീന യത്തഖൂന, മുത്തഖീങ്ങൾക്കാണ്. എന്നെ പേടിച്ച് ജീവിക്കണം. ഓ, അപ്പോ ശൈത്താന്മാരൊക്കെ ഒഴിവായി, കള്ളുടിയന്മാർ ഒഴിവായി, പെണ്ണുടിയന്മാർ ഒഴിവായി, ഓരോക്കെ ഒഴിവായി. യത്തഖൂന യഊതൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, എൻ്റെ വചനങ്ങളെ അവർ വിശ്വസിക്കണം, അങ്ങനത്തെ ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഹ്ലു കിതാബും പാഞ്ഞു വന്നു. ഒന്നാ പിന്നെ നമ്മളുണ്ടല്ലോ കള്ളുടിക്കാത്ത പെണ്ണുടിക്കാത്ത പടച്ചോനെ പേടിച്ച് വെക്കുന്ന അഹ്ലു കിതാബും എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു. ഇബ്ലീസിന്റെ ആളുകൾ പോയി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഈ ആയത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിയപ്പോൾ, മധ്യഭാഗത്തിയപ്പോൾ എന്ത് പറഞ്ഞു? റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എല്ലാ വസ്തുവിനേക്കാളും വിശാലമാണ് എന്ത്? എന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് എന്ത് വിചാരിച്ചു? എനിക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഉടനെ പറഞ്ഞു എന്ത്? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന. പക്ഷെ അത് കിട്ടണമെങ്കിൽ ആരാകണം? മുത്തഖിയാണെന്നാണ്. അപ്പൊ അഹ്ലു കിതാബിൽപ്പെട്ട വലിയൊരു ശതമാനം അങ്ങോട്ട് വന്നു. ഓഹോ, നമ്മളൊക്കെ പെണ്ണുടിച്ചിട്ടുമില്ല, കള്ളുടിച്ചിട്ടില്ല, നമ്മൾ മുത്തഖീങ്ങളാണ്. അപ്പൊ അഹ്ലു കിതാബുകൾ അവകാശപ്പെട്ടു എന്തിന്? അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തായ റഹ്മത്ത്. ഞാൻ പറഞ്ഞ റഹ്മത്തായ റഹ്മത്തുണ്ട്. നമ്മളിവിടെ തിന്നതിനൊക്കെ അള്ളാഹുവിനെ ചോദിക്കണം. ഈ ബില്ലായില്ലേ, ബില്ല് ഇപ്പം ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഓരോ നേരത്തും ബില്ല് വയ്ക്കണമെങ്കിൽ ഓക്കെ, ഇത് ബില്ല് ഒന്നിച്ച് കൊടുക്കണം. മനസ്സിലായില്ല? ഇപ്പൊ ഇന്നലെ രാത്രി നമ്മൾ അത്താഴം കഴിച്ചതിനുള്ള ബില്ല് രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്നുള്ളൊന്നും ചോദിക്കില്ല, നാളെയും ചോദിക്കുന്നില്ല. ഒരു 60 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോൾ പോകാൻ നേരത്തെ എന്ത് പറഞ്ഞ് ബില്ലുണ്ട് പറഞ്ഞാൽ അവിടെ കുടുങ്ങി. ചില ആശുപത്രിയിൽ അന്നന്ന് ബില്ല് വരും, അതൊരു നല്ലതാണ്. ചില ആശുപത്രിക്കാർ മുണ്ടൂല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ മൂത്താപ്പൻ്റെ ആശുപത്രിയാണ്. അപ്പൊ എല്ലാ ദിവസവും 4500, 2500, 3500, 6500. ഓ, നല്ല ഒതുങ്ങിയ ബില്ലാണ്, കുഴപ്പമില്ല. മനസ്സിലായതുകൊണ്ട് ഒരു ആശുപത്രിയിലാണ് മൂത്താപ്പാൻ്റെ മകൾ നടക്കുന്നത്, മറ്റേത് മൂത്തമ്മാൻ്റെ മകൾ നടക്കുന്നത്. അപ്പോൾ മൂത്താപ്പാൻ്റെ മൂത്തമ്മ എന്താ പറഞ്ഞേ? ഓ, നമ്മളെ ആശുപത്രിക്ക് വൈകുന്നേരം അയാൾ ബില്ല് കൊടുക്കണം, 6000, 5000 ബില്ലാണ്. അപ്പൊ മറ്റേ എളാപ്പാനോട് നിങ്ങൾ പറഞ്ഞു നമ്മൾ ആശുപത്രി ഇതുവരെ ₹1 ചോദിച്ചിട്ടില്ല. മനസ്സിലായില്ല? അപ്പം എളാപ്പാന്റെ പെണ്ണുങ്ങൾ പറയുന്നതനുസരിച്ചും ആശുപത്രി വല്ല വല്യാപ്പാൻ്റെ ആണ്. പക്ഷേ മൂത്താപ്പാനെ ഡിസ്ചാർജ് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ളൊരു ₹12000 ഉള്ളൂ. മറ്റേത് ₹4 ലക്ഷം ബില്ലാണ് വന്നത്. എങ്കിൽ നീ ആധാരമണി മകണം. മനസ്സിലായത്? അള്ളാഹു തആല നമ്മൾ എന്നും തിന്നതിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എവിടുന്നെങ്കിലും ബാക്കിയുള്ളൊക്കെ കറണ്ട് ബില്ല് വരെ നമ്മൾ അടക്കണല്ലേ, പിന്നെ ഇപ്പൊ ബില്ല് കൊടുക്കണത് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴൊന്നും അള്ളാഹ് എന്താവില്ല, ചോദിക്കൂല, ഒരു കുഴപ്പമില്ല. അവസാനം ബില്ലാണ് ചോദിച്ചാൽ അപ്പൊ കൊടുക്കും. അപ്പൊ എല്ലാ റഹ്മത്തും അപ്പൊ അദാബായി മാറും. എന്നാൽ ഒരു കൂട്ടക്കാർക്ക് റഹ്മത്താണ്. എന്നാ ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇബ്ലീസ് പുറത്തായി. ആര് പറഞ്ഞു? അഹ്ലു കിതാബ് ഓടി വന്നു. കാരണം അവരിൽ ധാരാളം മുത്തഖീങ്ങളുണ്ട്, വ്യഭിചരിക്കാത്ത, കള്ളുടിക്കാത്ത, തോന്നിയാസം ചെയ്യാത്ത, അവരൊക്കെ വന്നു. അപ്പോൾ അവരും വിചാരിച്ചു ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ അടുത്തൊരായത്തുണ്ട്. എന്തായത്ത്? തൊട്ടടുത്തായത്ത്, അല്ലദീന, എൻ്റെ റഹ്മത്തായി കിട്ടുന്ന ആളുകൾ ആരാന്നറിയോ? യത്തബിഊന റസൂലൽ ഉമ്മിയ. പുറത്തുപോയി. മനസ്സിലായില്ല? എൻ്റെ റസൂലിനെ പിൻപറ്റണം, അപ്പോഴേ ഉള്ളൂ. അപ്പൊ റസൂലിന്റെ വാതിലിൽ കൂടെ കയറിയൊക്കെ റഹ്മത്താവുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ബില്ല് കൊടുക്കേണ്ടി വരും. ഇത് ബില്ലില്ല. തിരിഞ്ഞില്ല. അപ്പുറത്ത് വേറൊരു വാതിലുണ്ട്. ആ വാതിലൂടെ വരുന്നവരെയൊക്കെ ബില്ല് ചോദിക്കാനല്ലേ മുതലാളി. എങ്കിൽ അതല്ലേ അത് എന്ത് തിന്നാ. പക്ഷെ ഈ വാതിൽ കൂടി പറ്റൂല. ഈ വാതിൽ എന്തുണ്ടാവും? ബില്ലുണ്ടാവും. മറ്റേ വാതിൽ ബില്ലില്ല. അല്ലദീന, റഹ്മത്ത് ഉറപ്പായും കിട്ടുന്നവർ, നിങ്ങൾ വിചാരിച്ചവരൊന്നും അല്ല. യത്തബിഊന റസൂലൽ ഉമ്മിയ,
ആ നിരക്ഷരനായ റസൂലിനെ പിൻപറ്റിയ ആളുകൾക്ക് മാത്രമേ റഹ്മത്താവൂ, അല്ലാത്തവർക്ക് റഹ്മത്തിന് നിഖ്മത്താണ്. അപ്പൊ ഈ റസൂലാരാ? നിസ്കരിച്ചിട്ട് കാര്യമില്ല, ജയില് വരണം, ഈ റസൂലിന്റെ വാതിൽ കൂടി വരണം. ഭയങ്കരം. അപ്പൊ ഈ റസൂലാരാ? റസൂലിനെ പിൻപറ്റി വന്നു. ചില ഭാഗത്തൊക്കെ നിനക്കുണ്ടായി, കുഴപ്പമാക്കണ്ട. എന്നാലും റസൂലിനെ പിൻപറ്റി വന്ന ഒരു റസൂലിന്റെ സ്വന്തം ആളാ, പക്ഷെ തെറ്റെയ്തു, വൻതെറ്റെയ്തു. ഷഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ ദോഷികൾക്ക് വരെ എൻ്റെ ഷഫാഅത്തുണ്ടാവും. മനസ്സിലായില്ല? ഒരാരിൽ പെടണം? എന്നിൽ പെടണം. എന്നിൽപ്പെട്ടവർക്ക് ബില്ലെന്നല്ല. ഒരു തെറ്റിന് ശരിയായി തെറ്റും ചെയ്യും, തെറ്റ് ചെയ്ത് നോക്കിയാൽ ഷഫാഅത്ത് ചെയ്യും. അപ്പോ ഈ ലിസ്റ്റിലുണ്ടാണോ? ആരെ ലിസ്റ്റിൽ? റസൂലുള്ളാഹിന്റെ ലിസ്റ്റിലുണ്ടാവണം. റസൂലുള്ളാഹിന്റെ ലിസ്റ്റിലുണ്ടാവണം. ഇജ്ജ് വൻതെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, റസൂലുള്ളാഹി നിനക്ക് ഷഫാഅത്ത് ചെയ്തേക്കും. الذين يتبعون الرسول الأمية. അഹ്ലി കിതാബിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തിൽ എന്തുകൂടി പറഞ്ഞത്. യജിദൂനഹു, ഈ റസൂൽ ആരാന്നറിയോ? യജിദൂനഹു, ഈ റസൂലിനെ അവർ കണ്ടിട്ടുണ്ടല്ലോ മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായിട്ട്. എന്തും അവരെടുക്കലുള്ള തൗറാത്തില്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരണ്ട എന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കയ്യിലെ കിതാബിൽ ഈ റസൂൽ ഉണ്ടല്ലോ, ഇഞ്ചിയിലുണ്ടല്ലോ, നിങ്ങളെ കൈവശമുള്ള ഇഞ്ചിയിൽ ഈ റസൂലിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റസൂലിനെ പിൻപറ്റി വാ, അല്ലെങ്കിൽ എന്റെ റഹ്മത്തായി കിട്ടൂല, ഏതാ പറ്റിട്ടുള്ളൂ. അപ്പൊ ഈ സൂക്ഷിച്ചിട്ട് മാത്രം കാര്യമല്ല, ഈ വാതിലൂടെ വരണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിലൂടെ വരണം. ഇന്നാലിന്റെ കളറിലുള്ള യൂണിഫോം എടുക്കണം, ഇന്നാലിന്റെ ബുക്ക് വാങ്ങണം, സഞ്ചി വാങ്ങണം എന്നൊക്കെ സ്കൂളിന്റെ നിർദ്ദേശക പട്ടികയിലുണ്ട്. അതൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ ക്ലാസ്സൊക്കെ വന്നാൽ എന്നെ ക്ലാസ് കയറ്റില്ലല്ലോ, ജയില് വരണം. പ്രിൻസിപ്പളെടുത്ത് പോകണം, എന്നിട്ട് ആ ലെഡ്ജറിൽ എൻ്റെ പേര് ഒപ്പിടണം, പ്രിൻസിപ്പൾ അംഗീകരിക്കണം, അപ്പൊ കയറ്റു. പ്രിൻസിപ്പൾ അംഗീകരിച്ചു തന്നെ, പക്ഷെ അന്ന് എനിക്ക് യൂണിഫോം ഇല്ല. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് പറയും? കയറ്റിക്കോ, കുഴപ്പമില്ല, 2 ആഴ്ചകളിൽ ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ല യൂണിഫോം ഇട്ടാ വന്ന്. മനസ്സിലായില്ല? പേരിന്ന് ആ സ്കൂളിലുള്ള യൂണിഫോം ഇട്ടു, ആ സ്കൂൾ പറഞ്ഞ ബുക്കൊക്കെ വാങ്ങി, അതിലുള്ള ഓല് പറഞ്ഞ പെട്ടി വാങ്ങി, ഓല് പറഞ്ഞോട് തന്നെ ഷൂ വാങ്ങി, എല്ലാം വാങ്ങി. ചേച്ചി ആരെ വഴി വന്നില്ല? പ്രിൻസിപ്പൾ വഴി വന്നില്ല. എന്നാ നീ പറ്റൂല. മറ്റോൻ ഓന് കൊടിയില്ല, ചെരുപ്പില്ല, പറയടോ, എന്താ പറയാ, യൂണിഫോമും ഇല്ല, പെട്ടിയില്ല, ബുക്കും ഇല്ല. ഓൻ കുന്തം പോലെ വന്ന് നോക്കുമ്പോൾ അന്ന് 2500 രൂപ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ സംഭാവന കൊടുക്കണം, എല്ലാവരും രക്ഷിതാക്കള് സംഭാവന കൊടുക്കണം. അപ്പം ഉമ്മ നിന്ന് ചിരിച്ചു. അപ്പം ഉമ്മാന്റെ ആ ചെറിയും കൈകാട്ടിയെന്ന് കണ്ടപ്പോൾ തന്നെ ആ പ്രിൻസിപ്പാൾക്ക് എന്താ മനസ്സിലായി, ഇതിന് 10 പൈസ വരുമാനമല്ല. അപ്പോൾ ഒന്ന് നോക്കി, എന്നാലും പേരെഴുതി. ഇനി അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ 2500 രൂപ കിട്ടൂല. അതിന് ഇനി PTAയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പളെ ഒപ്പിക്കും. ആയിക്കോട്ടെ, ഇപ്പോൾ സംഭാവനയില്ല, പറയാ കൊടിയില്ല, ചെരുപ്പില്ല, ഷൂല്ല, യൂണിഫോമും ഇല്ല, ബുക്കും ഇല്ല, പെൻസിലും ഇല്ല, ഒരു ചുക്കലയില്ല. ഇങ്ങനെ കുന്തം പോലെ വന്നാലും പ്രിൻസിപ്പാള് സമ്മതിച്ചാൽ എനിക്ക് കയറി കൊടുക്കാം. ഇത് 2500 25,000 ഉറുപ്പ്യ കയ്യിൽ പിടിച്ച് വന്നാലും ക്ലാസ്സിൽ തന്നെ അധ്യാപകൻ കയറ്റൂല. എന്തുകൊണ്ട്? കുന്തം പോലെ അങ്ങോട്ട് വന്ന കാര്യമില്ല, അവിടെ പോകണം. അവിടെ പോകാത്തതിന് കാരണമുണ്ട്. ഇജ് അയാൾ ആളല്ല, അയാൾക്ക് എതിര് പറഞ്ഞ അയാളെ റോട്ടുമ്മ കണ്ടാക്കാൻ എടുത്തെറിയണ, അതുകൊണ്ടാണ് അവിടെ പോകാൻ. എവിടെയെങ്കിലും ഈ പ്രിൻസിപ്പാളെ കുറ്റം മുഴുവനും ഈ കുട്ടീൻ്റെ തന്ത പറഞ്ഞിട്ടുണ്ട്. എവിടെ പീഡിയക്കൊലമ മുഴുവനും ഈ പ്രിൻസിപ്പാളെ കുറ്റം പറയുന്ന പണിയാണ് ആർക്ക്? ഈ കുട്ടിക്കോ കുട്ടീൻ്റെ തന്തക്കോ തള്ളക്കോ എങ്കിൽ അവിടെ കയറ്റൂല. അതുകൊണ്ട് ആ പ്രിൻസിപ്പാളെ റൂമിൽ പോകാൻ പറ്റാത്തത്. പ്രിൻസിപ്പാളെ ശത്രു അത്. നിങ്ങൾക്ക് ആ സ്കൂൾ പറ്റൂല. അപ്പൊ അതുണ്ടാക്കിയ സ്കൂളിൽ ഈ പ്രിൻസിപ്പാൾ വഴി തന്നെ വരണം. അത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ അല്ലാഹ്. അല്ലദീന യഥാർത്ഥ റഹ്മത്തിന്റെ അവകാശികൾ, യത്തബിഊന അവർ പിൻപറ്റും, റസൂലിനെ, അന്നബിയ നബിയായ റസൂൽ. ഒന്നറിഞ്ഞാൽ മതിയോ?
കണ്ണ് തുറന്നിരിക്കണേ എങ്ങനെ നബിയായാലല്ലേ എങ്ങനെ റസൂലാവുള്ളൂ? നന്ദ പെട്ടിക്കള എന്താണ് അടഞ്ഞതിൽ പറയണ്ടത്? ഒരാൾ നബിയായാലല്ലേ പോലീസുകാരനായ ഐ ജി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെ പോലീസുകാരനായ ഐ ജി എന്നാണ്. നബിനെ പറ്റി പറയുമ്പോ 1000 നാവ ഖുർആന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നബിയാകാത്ത ഒരാൾ റസൂലാവോ? പോലീസുകാരനാകാത്ത ഒരാൾ DGP ആവോ? പോലീസുകാരനാകാത്ത ഒരാൾ SI ആവോ? ഈ മന്ദൂസാക്കൊരു അന്തം കൊടുക്കണം റബ്ബേ. ഏതോ പോലീസുകാരനാകാത്ത ഒരാള് DGP ആവോ, SI ആവോ, IG ആവോ, സർക്കിൾ ആവോ? ആവുന്നല്ലോ. അപ്പൊ സർക്കിൾ എന്ന് പറഞ്ഞാ പിന്നെ ചോദിക്കണോ എന്ത് പോലീസാണോ? സർക്കിൾ ഇൻസ്പെക്ടർ. സർക്കിൾ ഇൻസ്പെക്ടറോ? പോലീസാ? അതന്തല്ലാത്ത വലിയ കേൾക്കുള്ളൂ. എടോ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണത്? പോലീസല്ലേ? പോലീസല്ലാത്ത ഒരാൾ IG ആകോ, DGP ആകോ? SP ആകോ? ഒന്നാവില്ല. പറയടോ. ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? IG എന്ന് പറഞ്ഞു, പോലീസാന്ന് പറഞ്ഞു. എന്തേ? ഖുർആനെ പറയുമ്പോൾ റസൂലുള്ളാഹിനെ പറയുമ്പോൾ ഖുർആന് 1000 നാവല്ല 100,000 നാവ. الذين يتبعون الرسول النبي الأمي. എനക്ക് റസൂൽ എന്നിട്ട് തറാവീന് പറഞ്ഞു റസൂലിനെ പറ്റി എനിക്കൊരു വിവരമില്ല, എനിക്കൊരു അന്തമില്ല. അതൊക്കെ എന്ത്? അതൊക്കെ ഖുർആൻ പറയാൻ വന്ന ആള് കഴിഞ്ഞു പോയി, ഒക്കെ അവിടെ പോയി. എന്ത് നിങ്ങൾ ചെന്നാലിരിക്കുക. الذين يتبعون الرسول النبي الأمي. എന്താ പറഞ്ഞേ? റസൂൽ പിന്നെ എന്ത് പറയേണ്ട ആവശ്യമില്ല, നബി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കരല്ലേ? അല്ലത് പിന്നെ എത്തപ്പെടുന്ന റസൂലാന്ന് പറഞ്ഞ പോലെ എല്ലാം അതിലെ റസൂൽ പറഞ്ഞാൽ അവിടെ എന്തോ നബിയുമാണ്. പറയേ റസൂലാണ്. നബി അല്ലാത്ത റസൂലാവില്ലല്ലോ. 1.25 ലക്ഷം ഉണ്ടല്ലോ നബിമാർ, അതിൽ 313 നബിമാർ ആരുമാണ്? 1.25 ലക്ഷമുണ്ട്, 1,24,000 എന്ന് ഏകദേശം ഒരു പറയപ്പെട്ടൊരു കണക്കാണ്. അതാണല്ലോ എന്ത് നബിമാർ. ആ നബിമാരുടെ കൂട്ടത്തിൽ എന്തുണ്ട്? 313 ആളുകൾക്ക് അല്ലാഹു തആല ഏത് പട്ടവും കൊടുത്തു? റസൂലിന്റെ പട്ടം കൊടുത്തിട്ടുണ്ട്. റസൂലുകളാണ് അവരൊക്കെ. അപ്പൊ ഇവിടെ എന്ത്? നീ റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായല്ലോ ആരാണ്? നബിയാണ്. നബി ആയാലല്ലേ ആരാകൂ? പക്ഷെ ഇവിടെ ഖുർആന്റെ സ്വരം നോക്കാം. الذين يتبعون الرسول النبي الأمي. എന്തേ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ഖുർആനിലെ ഒന്നും ഏറല്ല. എനക്ക് തോന്നാണ് ഏറെയാണ്, ഖുർആനെ തോന്നൂല. കാരണം ഖുർആൻ പറഞ്ഞാൽ തീരാത്ത ആളാണ് ആര്? ആ ആളെയാണ് നിസ്സാരമാക്കിയിട്ട് പായുന്നത്. ആ ആളാണ് ഒപ്പം കൂടിയൊക്കെ ആളാവും. ആ ആളൊക്കെ ഒപ്പട് കൂടണം. അപ്പൊ ബദരീങ്ങളാവും. ഞാൻ ഇതിന്റെ സൂപ്പർ കമാൻഡർമാർ വേറെ ഉണ്ടാവും. അതില് ഒക്കെ എത്ര ഒട്ടിയോ അതിനനുസരിച്ച്. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ 4 ആള്. പിന്നെ പറഞ്ഞു യഖ്തദു ബില്ലദീന മിൻ 2 ആള്. അത്ര ഒട്ടി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇതാണ് ആളെ എത്ര ഒട്ടി അതിന്റെ ഷറഫ് എനിക്കുണ്ടാവും. ബദരീങ്ങൾ ഒട്ടി അതിന്റെ ഷറഫ് എനിക്കുണ്ട്. എന്തിന് ഷറഫ്? എന്ത് നബിനൊട്ടിയത്? പിന്നെ ബദർ പോയതല്ല. ബദറിൽ പയ്യ പോണില്ലേ, എനിക്ക് വല്ല ഷറഫുണ്ടോ? ഈ പറഞ്ഞ സഹാബികൾ ബദർ പോയത് ആയുസിൽ ഒരു വട്ടം. ബദറിൽ എത്ര വട്ടം പോയെങ്ങ? എന്നെ അവിടുത്തെ പട്ടി വയ്യേരോ എന്നെ കണ്ടത്? ബദറിലെ പട്ടികൾ എന്നെ കണ്ട വയ്യേരി. പറഞ്ഞ മനസ്സിലായോ? പിന്നെ എനക്കൊരു ഷറഫുണ്ടാവും. എന്ത്? നബിയോടൊട്ടിയ ബദരീങ്ങളെ ബഹുമാനിച്ചു. കാരണം നബിയോടൊട്ടിയവരാണ്. അപ്പം എനിക്ക് ഷറഫുണ്ട്. ബദരീങ്ങളുടെ ആളാണ്. ബദരീങ്ങൾ നബിൻ്റെ ആളുമാണ്, നബി അള്ളാന്റെ ആളുമാണ്. അല്ല ബദർ പോയതല്ല, പോന്തായേ അന്തമാണ്. വലിപ്പത്തിലാർക്കാണ്? നബിക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ അങ്ങനെയാണ്. അതാണ് ഷറഫ്. അതിന് ഷറഫ്.
ചെലന്തിക്ക് ഷറഫ്, ചെലന്തിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചു. മാടപ്രാവിന് ഷറഫ്. ഏതോ ഒരു മാടപ്രാവ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഗുഹയിലിരുന്ന് കുറുകി. അതൊക്കെ ആരിലേക്ക് തിരിഞ്ഞു? റസൂലിലേക്ക് തിരിഞ്ഞു. അതാണ് ഷറഫ്. കല്ലിന് ഷറഫ്, അത് റസൂലിന് മുത്തി. അതാണ് നമ്മൾ പറഞ്ഞ് എനിക്കെന്നെ കൊണ്ടൊരു കാര്യമില്ല, എനിക്ക് ജീവിതത്തിൽ ഓർക്കേണ്ട ദോഷം എനിക്കില്ല, എനിക്ക് എന്തുണ്ട്, എൻ്റെ റസൂൽ എന്നെ മുത്തി തോണി ഞാൻ മുത്താണ്. അപ്പൊ ഷറഫായിരിക്കാം റസൂലാക്കാണ്, എല്ലാ റസൂലാക്കാം. നിങ്ങൾ ആയത്തിന്റെ ശൈലി മാത്രം നോക്കി. الذين يتبعون الرسول النبي الأمي. അപ്പൊ പറഞ്ഞാൽ തീരൂല, എത്ര പറഞ്ഞാൽ തീരൂല, എത്ര ബർസഞ്ചി ഉണ്ടാക്കിയാലും തീരൂല. പിന്നെ ജാല മുഹമ്മദ് ഉണ്ടാക്കി തീരൂല. പിന്നെ സുബ്ഹാന മൗലിദ് ഉണ്ടാക്കി പോരാ. പിന്നെ മങ്കൂസ് ഉണ്ടാക്കി പോരാ. ഇനി വേറെന്തെങ്കിലും ഉണ്ടാക്കി പോരാ. നബിനെ പറ്റി ഔസാഫായിരിക്കണമെന്നേ ഉള്ളൂ. കാരണം നബിനെ പറ്റി ഖുർആന്റെ വാക്ക് തീരണില്ല. അവിടെ നമ്മൾ കാണുന്നത് റസൂല എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ടും ഖുർആൻ എന്ത് പറഞ്ഞു? الذين يتبعون الرسول النبي الأمي. ഈ പറഞ്ഞാൽ ഷറഫ് തീരാത്ത ഈ മഹാനെ പിന്തുടരണം. ആ ആൾ യജിദൂനഹു, ആ ആളുകളെ ഈ വ്യക്തിയെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. മക്തൂബൻ, എഴുതപ്പെട്ടതായിട്ട് ഇൻദഹും, അവരുടെ അടുക്കലുള്ള തൗറാത്തി. തൗറാത്തിൽ ഈ നബിനെ പറ്റി പറയുന്നുണ്ട്, ഈ റസൂലിനെ ഈ നബിയും എവിടെ പറയുന്നുണ്ട്? പറയാ തൗറാത്തിലുണ്ട്, ഇൻജീലിലുണ്ട്. ആ ആളിപ്പോൾ കൽപ്പിച്ചുകൊണ്ട് നാട്ടിലുണ്ട്. ബിൽ മഅറൂഫി വയൻഹാഹും, വിരോധിക്കുന്നുണ്ട് അനിൽ മുൻകർ, ചീത്തയെ തൊട്ട്. വയുഹില്ലു ലഹും, ആ റസൂൽ അവർക്ക് അനുവദിക്കുന്നുണ്ട് അൽ അത്വയ്യിബാത്തി, എല്ലാ നല്ല സാധനങ്ങളെയും. വയുഹരിം, ആ റസൂൽ ഹറാമാക്കുന്നുണ്ട് അലീം, അവരുടെ മേൽ അൽ ഖബായിസ, എല്ലാ ചീത്തകളെയും. വയല്ലഉ, അവരെ തൊട്ട് ഈ റസൂൽ നബിയായ റസൂൽ അഴിച്ചു താഴെ ഇറക്കി വെക്കുന്നുണ്ട് ഇസ്റവും, അവരുടെ ഭാരങ്ങളെ. വൽ അഗ്ലാല, ചെങ്ങലകളെ. അല്ലത്തി കാനത്ത് അലൈഹിം, അവരുടെ മേൽ ഈ ഭൗതിക ലോകം ഉണ്ടാക്കിയ, യൂറോപ്യൻ സംസ്കാരം ഉണ്ടാക്കിയ അനവധി ആയിരക്കണക്കായ ഇരുട്ടിന്റെ ചെങ്ങലകളുണ്ട്. ആ ചെങ്ങലെല്ലാം പൊട്ടിച്ച് നീക്കുന്നുണ്ട് ആര്? ഈ നബി റസൂലായ വ്യക്തി. ആളെ പിൻപറ്റണം. فالذين آمنوا به, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. വഅസ്സറൂഹു, ആ നബിയെ ആദരിക്കണം. വനസറൂഹു, ആ നബിയെ സഹായിക്കണം. വത്തബഉ النور الذي انزل معه, ആ നബിയോട് കൂടെ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ശരീഫിനെ, അല്ലെങ്കിൽ ആ നൂറിനെ, അതിനെ നീ അംഗീകരിക്കണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ഹും, ഉലൈക അവരാണ്, ഹും അവർ തന്നെയാണ്, അൽ മുഫ്ലിഹൂന വിജയികൾ. ബാക്കി ആരും വിജയിയല്ല. ആരിലൂടെ വരണം? കള്ളുടിച്ചിട്ടില്ല, പൊടിയാടിയിട്ടില്ല, അതൊന്നും ഇവിടെ കണക്കല്ല. ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്ക് അബദ്ധം പറ്റി നിയമം നടപ്പിലാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? മുഅ്സ് ബിൻ മാലിക് എന്ന സഹാബിക്ക് അബദ്ധം പറ്റി, വ്യഭിചരിച്ചു. വ്യഭിചരിക്കാത്ത ഒരാളിൽ കിതാബ് ഉണ്ടായേക്കാം, പക്ഷെ നബി അംഗീകരിച്ചില്ല, രക്ഷല്ല. പക്ഷെ ഒരു സഹാബി വ്യഭിചരിച്ചു, രക്ഷ ഉണ്ട്. അതെല്ലാം ഉഷാറിയിരിക്കണം. അല്ലദീന യത്തഖൂന എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളിൽ കിതാബ് ഉണ്ടാവും. വ്യഭിചരിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഒരു തോന്നിയാസം ചെയ്തിട്ടില്ല, പക്ഷെ ആരിലൂടെ വന്നില്ല. നബി ജനിച്ചു കഴിഞ്ഞ പിന്നെ നബിക്ക് നുബുവത്ത് കഴിഞ്ഞ പിന്നെ നബിയുടെ എല്ലാത്തൊരു പരിപാടിയില്ല. അതേസമയത്ത് ആ വ്യക്തി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കള്ളും കുടിച്ചില്ല, വ്യഭിചരിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ നബി വെളിവായ ശേഷം നബിയിലൂടെ അയാൾ ഒന്നില്ല എങ്കിൽ ഒരു രക്ഷയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. പിന്നെന്താ? അദാബിന്റെ റഹ്മത്ത് ഇവിടുന്ന് അങ്ങനെ തിന്നിട്ട് അവിടെ അങ്ങനെ കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്കവിടെ കണക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ജാലയുടെ ആളാണെങ്കിൽ, സുൽത്താനാണെങ്കിൽ അബദ്ധം പറ്റിയാലോ? അബദ്ധം പറ്റിയ നബിന്റെ ആളാണെങ്കിൽ നബിക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്. ശഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിമാരുടെ വൻദോഷികൾക്ക് എൻ്റെ ശഫാഅത്തുണ്ടാവും. അല്ലാഹു തആല പാപികളെ നമ്മളെ കൂട്ടി തെറ്റട്ടെ. അതുകൊണ്ടാണ് അഷ്ഫാഅത്ത് ആബിലന എന്ന് നമ്മൾ നബിയോട് പറയുന്നത്. നബിയോട് പറഞ്ഞാൽ തെറ്റൊന്നല്ല. നബി അത് അള്ളാഹ് അറിയാതെ വേറെ ഏതോ ഓഫീസിൽ പോയി വാങ്ങിക്കൊടുന്ന് വെച്ചല്ലത്.
ശഫാഅത്തിന് അധികാരം ആര് കൊടുക്കാണ്? അള്ളാഹ് കൊടുക്കാണ്. നബിനോട് ചോദിച്ചാൽ എന്താ തെറ്റ്? ഇനി കുറേ ആളുകൾ എത്ര വിമർശിച്ചു, ഇപ്പോഴും വിമർശിക്കല്ലേ? ഇതിന് ഞങ്ങൾ നബിനോട് ശഫാഅത്ത് ചോദിക്കണം? നബി ഞങ്ങളെ ആളായതുകൊണ്ട് എൻ്റെ ആളല്ലെങ്കിൽ ചോദിക്കണ്ടേങ്ങായി. ഞങ്ങളാളാണ് നബി, അപ്പൊ ഞങ്ങൾ ആരോട് ചോദിക്കും? ചോദിക്കും. നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ചോദിക്കുന്നില്ലേ? നമ്മൾ കൃഷിഭവനിൽ പോയിട്ട് തെങ്ങ് തൈ എവിടെയെന്ന് ചോദിക്കണില്ലേ? ഉണ്ടല്ലേ? അല്ല വർഷം വരാനായാലോ തെങ്ങ് തൈ എവിടെയെന്ന് നമ്മൾ ചൂടാവണില്ലേ? ആരോട് പറയാം? ആരോട്? നമ്മൾ കൃഷി ഓഫീസറോട് ചൂടാണില്ലേ? പോയിട്ട് തെങ്ങ് തൈ എവിടെ, കുരുമുളകിന്റെ പള്ളി എവിടെ, അവിടെ കുത്തിരിക്കുന്ന ആളതാണ്. അയാൾ പിണറായി വിജയമായി വന്നതാണ്. ഈ സാധനം ഇവിടെ ഇയാളോട് തെറ്റെന്താ? പിണറായി വിജയനും അറിയാതെ അയാൾ അമേരിക്ക പോയിട്ട് കുറച്ച് കുരുമുളകിന്റെ വള്ളി വാങ്ങിക്കൊണ്ടെന്ന് കൃഷിഭവനിൽ വെച്ചാൽ പോലീസ് വന്നിട്ട് പിടിക്കും. നമ്മളറിയാതെ എന്തിനു വാങ്ങി അല്ലേ? ചിലപ്പോൾ ചില ആളുകൾ പറയാണ് എന്തിന് നബിനോട് ശഫാഅത്ത് ചോദിക്കണം, അള്ളാനോട് ചോദിക്കണ്ട്, എൻ്റെ ബാപ്പാനോട് ചോദിക്കണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് എൻ്റെ ബാപ്പാനോട് ചോദിക്കാം ശഫാഅത്ത് ഉണ്ടാകും. ഞങ്ങളെ ബാപ്പ മുത്തുനബിയാണ്, സുന്നിയുടെ ബാപ്പ മുത്തുനബിയാണ്, ആദം നബി ബാപ്പ മുത്തുനബിയാണ്, റൂഹിന്റെ ബാപ്പ അബുൽ അർവാഹാണ് മുഹമ്മദ്. ഞങ്ങൾ ബാപ്പ മുത്തുനബി. അതിനെ ഞങ്ങൾ ആഗ്രഹമുള്ളൂ. ഞങ്ങൾ നിസ്കരിച്ചാൽ നോമ്പ് പോറ്റാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എന്ന ദറജ കിട്ടലേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ആലുൻ നബി എന്നാൽ വിശാലമായ അർത്ഥത്തിൽ ജമീഉൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളും ആരാണ്? റസൂലുള്ളാഹിന്റെ മക്കളാണ്. എല്ലാ റസൂലുള്ളാഹിന്റെ മക്കളാണ്, എല്ലാവരും റസൂലുള്ളാഹിന്റെ മക്കളാണ്. റസൂലുള്ളാഹി അസ്ലുൽ അസീല, ഏറ്റവും അടിസ്ഥാനം. അപ്പോൾ നമ്മൾക്ക് ഈ പണിയൊക്കെ നമ്മൾ എടുക്കണത് കൈനത്തിലെടുക്കും, ചിലത് അപാകത വരും. അപ്പം നമ്മുടെ റസൂലുള്ളാഹിനോട് പറയും അശഫാഅത്ത് ഹബ്ബലന, ഞങ്ങൾക്ക് ശഫാഅത്ത് തരണം, ഞങ്ങൾ മോശപ്പെട്ടവരാണ്. നമ്മൾ സ്വല്ലല്ലാഹു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, നബി നമ്മുടെ മുന്നിലുള്ളതാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യോ നബി എന്ന് പറയും. എന്തുകൊണ്ട്? നബി നമ്മുടെ മുന്നിലാണ്. നബി നമ്മളെ മുന്നിലാണ്. വേറെ ആളെ പറഞ്ഞത് ശിർക്കാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? നബിയിലുള്ള ആരെ പേരും പറയാം, പക്ഷെ ഷറയിൽ അവിടെ നബിന്റെ പേര് പറയുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി ആയിട്ടുള്ളവര്. അപ്പൊ നമ്മളെ ബാപ്പ ആരാണ്? അത് റസൂലാണ്. നമ്മൾ രക്ഷിക്കേണ്ട റസൂലാണ്. നമ്മൾ തിരിഞ്ഞിരിക്കുന്ന റസൂലയിലേക്കാണ്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി? നിങ്ങൾ എന്താ ഈ ഒരു ആയത്തെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഒന്നാം ഭാഗത്ത് ബിദിസിന്റെ ആളുകളെ പുറത്താക്കി, പിന്നെ മുത്തഖീങ്ങളായ ആളുകൾ വന്നു. ആര്? അഹ്ലി കിതാബ് അടക്കം മുത്തഖീങ്ങളായ ആളുകളുണ്ടാവല്ലോ കൂട്ടത്തിൽ. ഒരബദ്ധം ചെയ്യാത്ത പക്ഷെ അവർക്ക് ഷർത്തിച്ചു അല്ലാഹു, എന്ത് വേണം? നിങ്ങൾ ആള് മുത്തഖയായ പോരാ. നിങ്ങൾ കുറച്ച് മുത്തഖ അല്ലെങ്കിലും മരുന്നിന്റെ ആളെടുത്തുണ്ട്. നിങ്ങൾ മുത്തഖയെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കണ്ട. നിങ്ങൾ ഏതിൽ വരണം? എൻ്റെ നബിയിലൂടെ വരണം. നിങ്ങൾ അവിടെ കുറച്ച് മുത്തഖ അല്ലെങ്കിലും ഈ ആളെടുത്ത് മരുന്നുണ്ട്, നിങ്ങളെ പരിഹരിച്ചു തരാൻ. അതിനാണ് ശഫാഅത്ത് അറിയാം. അല്ലദീന, എൻ്റെ റഹ്മത്തായി ഉറപ്പായി കിട്ടുന്നവർ. അല്ലദീന യത്തബിഊന, അവർ പിൻപറ്റുന്നവരാണ്. ആരോട്? അർ റസൂല, റസൂലിനോട്. അന്നബിയ, നബിയായ റസൂൽ. എന്താ പറയുള്ളത്? അപ്പൊ എൻ്റെ റസൂലുമാണ്. എല്ലാ റസൂൽ നബിയല്ലേ. പക്ഷെ എന്തെങ്കിലും പറഞ്ഞു, അത് പറഞ്ഞാൽ തീരാത്ത ആളാണ്. ആര്? ഇയാള്. الذين يتبعون الرسول النبي الأمي നിരക്ഷരൻ ومن محمد ഓത്തിനയച്ചാൽ ഓത്തിനയക്കൂല. അത് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. ഓത്തിനയച്ചാൽ ഓത്തടിയത്തെ മോലിയരുന്ന കുട്ടീനെ. പിന്നെ ഉസ്താദ് പറഞ്ഞ നൂണ് കുട്ടി പറയേണ്ടി വരും. ഉസ്താദിന് നൂനെന്ന് പറയാൻ അറിയില്ല, നൂണെന്ന് പറയും. അവൻ നൂണെന്ന് പറയും. അവൾ കുട്ടികൾ നൂണെന്ന് പറയും. നൂന് ബോർഡിൽ എഴുതിയിട്ട് ഉസ്താദ് നൂണ് എന്നറിയും. അപ്പൊ കുട്ടികളും നൂണ് എന്നറിയും. പിന്നെ ഉസ്താദ് ഒന്നും കൂടി ഭംഗിയാക്കിയാൻ പറയും നൂണ്. അപ്പോൾ കുട്ടികൾ പറയും നൂണ്. അപ്പോ ഉസ്താദ് എന്ത് പറയും? ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് എന്ന് പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം. അപ്പോഴും കുട്ടികൾ എന്താ പറയുക? ഓമന മുഹമ്മദിനെ ഓത്തിനേക്കാത്തതടാ അന്തം വിട്ടോനെ. അതിനൊരു ഉസ്താദ് ലോകത്തില്ലാത്തതുകൊണ്ടാ. ഇതാണ് ഉമ്മിയായത്, അല്ലാതെ അവിടെ ഒരു ഓത്തടില്ലാത്തതുകൊണ്ടല്ല. അക്കാലത്തൊക്കെ മനുഷ്യന്മാർ പഠിക്കണില്ലേ? അല്ലാതെ ഈ കുട്ടിയൊക്കെ എങ്ങനെ അക്ഷരറിഞ്ഞു?
അവിടെയൊക്കെ പഠിപ്പിക്കണ സംവിധാനം എവിടെ മനുഷ്യരുണ്ട് അവർക്ക് അവിടെ പഠിപ്പിക്കണ സംവിധാനമല്ലേ. അവനവന്റെ മാതൃഭാഷയെങ്കിലും പഠിപ്പിക്കുമല്ലോ. ഇതിനതുമില്ല. എന്തേ നൂണ് പഠിക്കും, പിന്നെ നൂണ് മാറൂല, പിന്നെ നൂണ് പറഞ്ഞ് നടക്കും. അതുകൊണ്ട് ഇതിനെ ഉമ്മിയാക്കി. അതിന്റെ ഷറഫാണ്, അതിന്റെ കമ്മിയല്ല. ഓരോരുത്തരും ഇങ്ങനെ പറയാണ് അങ്ങനെയല്ല ഞങ്ങളെ നബി അങ്ങനെയല്ല മറ്റേതല്ല. അന്തം വിട്ടോനെ. അള്ളാന്റെ റസൂലിന് വേണ്ടതൊക്കെ ആര് പഠിപ്പിച്ചു? അള്ളാഹ് പഠിപ്പിച്ചു. നബിക്ക് എന്താ അറിയാത്തത്? ഒരു ഉസ്താദ് പഠിച്ചില്ല. ഉസ്താദ് നാശാക്കും. ആര് പഠിപ്പിച്ചു? അള്ളാഹ് പഠിപ്പിച്ചു. അത് അസ്മാവ് മാത്രം. ഇത് ജമിഅ ശുഊൻ. വഅല്ലമ ആദമൽ അസ്മാ. ആദമിനെ അസ്മാ ആര് പഠിപ്പിച്ചു? അള്ളാഹ് പഠിപ്പിച്ചു. നബിക്കോ എന്ത് പഠിപ്പിച്ചു? എന്തും നിങ്ങൾക്കും എനിക്കൊന്നും അറിയില്ല. കുറെ ആളുകൾക്ക് ഡൗട്ടാണ്. ഇനിയിപ്പോ ഈ ലോകമൊക്കെ അവസാനിച്ച് ചെയ്യാമെന്ന ആളായ പിന്നെ ഏതെങ്കിലും കാലത്ത് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കോ? എനിക്കറിയില്ല. ജനിക്കുമെങ്കിൽ നബിക്കറിയും, അതും നബിക്കറിയും. പിന്നെന്താ ഉണ്ടാകുക? നബി പറഞ്ഞൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൽ നടക്കാം. നബിന്റെ പിന്നാലെ. നബി അറിയാം. ഒന്നുകൂടി നമുക്ക് ഭൂമിയിൽ പോവുകയാണോ? ആയിക്കോട്ടെ, ഞങ്ങൾ പോയിക്കോളി. അള്ളാഹ് പറയും. നബി എന്ത് പറഞ്ഞൊക്കെ അംഗീകരിക്കും. ചില ആളുകൾ എനിക്കതിനർത്ഥം അറിയില്ല. സ്വർഗത്തിൽ കിടന്നാൽ പിന്നെന്താ ഉണ്ടാകുക? എനിക്കറിയാത്തൊരു കാര്യമാണ്. എനിക്കറിയില്ല. നമ്മൾ അള്ളാഹിന്റെ റസൂലിന്റെ റഹ്മത്തിന്റെ കീഴിലോ എന്തേ കിട്ടുള്ളൂ? റഹ്മത്ത് കിട്ടുള്ളൂ. പേടിക്കണ്ട, റഹ്മത്ത് കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും നമ്മൾ പോകണം. പിന്നെന്താണ്? അവിടെ പോയി ഇറങ്ങിയാൽ പിന്നെ കഫീലുണ്ടാവും. പിന്നെ കഫീലിനോട് പോകുന്നു വെച്ചു. പിന്നെ എന്താ വെച്ചു? പിന്നെ കഫീലിനോട് നിന്ന് എന്താ ഉണ്ടാകുന്നത്? അപ്പം മറ്റും പറഞ്ഞു പിന്നെ ഇതിൻ്റെ മുമ്പ് പോയവർക്കൊക്കെ എന്താ ഉണ്ടായത്? ഒക്കെ ഉണ്ടാവും. ഇനി നടക്കാൻ നോക്കിയാൽ മതി. എനിക്കറിയില്ല. എനിക്കെന്താ അറിയില്ല. ഒന്നോർത്തറിയില്ല. അവിടേക്ക് എത്തി എനിക്കറിയില്ല. എന്താ ഉണ്ടാകുക? എനിക്ക് എൻ്റെ റസൂലുള്ളാഹിക്ക് എൻ്റെ ഉമ്മത്തിന് കിട്ടിയതൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയതല്ല, നമ്മൾ ആഗ്രഹമാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മേലെ ഒരു കഅബല്ല, ഒരു മക്കല്ല, ഒരു മദീനല്ല, ഒന്നുമില്ല. ആരുടെ മേലല്ല? റസൂലുള്ളാഹിന്റെ മേലല്ല. ഒരു സ്വഹാബി മക്കക്കാരുമായി ഉള്ള കരാർ കാലത്ത് മക്കയിൽ നിന്ന് വന്ന ഒരാൾ മദീനയെ സ്വീകരിക്കൂല എന്നുള്ള കാലത്ത് ഒരു സ്വഹാബി മദീനയിൽ വന്നു. റസൂലുള്ളാഹി സ്വീകരിച്ചില്ല. പിന്നെ അയാൾ നബി തിരിച്ചയച്ചു. അയാൾക്ക് വിഷമം. പക്ഷെ നബി വാക്ക് പാലിക്കുന്ന ആളാണ്. ഞാൻ മക്കയിൽ നിന്ന് വന്ന ഒരാൾ മദീനയെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ കാലത്ത് സ്വീകരിച്ചില്ല. അയാൾ ബേക്കിൽ അയാളെ കുടുംബക്കാരും വന്നു. പിന്നെ വിട്ടേരുന്നു. നബി വിട്ടുകൊടുത്തു. നബി എതിരിയില്ല. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു നബിയോട്, നബി പിന്നെ ഞങ്ങൾ വിട്ടുകൊടുത്താൽ ഓരിനെ എന്തും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അവരോട് കരാർ ചെയ്തതാണ്, എനിക്ക് കരാർ ലംഘിക്കാൻ നിർവാഹമില്ല. ആ സഹാബി പിന്നെ പുറത്തുപോയി. ഇവരുമായി പോയി. പിന്നെ വഴിയിൽ വെച്ച് ബരേറ്റ് തല്ലുണ്ടാക്കി. ഓലേക്കാണ് ശരിയാക്കി. ആ സഹാബി പിന്നെ വഴിയിൽ പുറത്തു മദീനയ്ക്കുള്ള വഴി. പിന്നെ ആരും നബിനെ എതിർക്കൽ ആയ പോയിക്ക് വന്നാലും പിന്നെ അവിടെ കുറച്ചാൾ വന്ന് അതൊരു ഗ്രാമമായി. പിന്നെ അതൊരു പ്രൊട്ടക്ഷൻ ഏരിയയായി. മനസ്സിലായില്ല? മദീനയിൽ ആരും ഇതൊരു ചെക്ക് പോയിന്റായി. നബിന്റെ ശത്രുക്കളെ മദീനയ്ക്ക് വിടൂല. കുറെ കാലം കഴിഞ്ഞു, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. നബി പറഞ്ഞു കരാർ കാലം കഴിഞ്ഞു. നബി പറഞ്ഞു എന്നാൽ ഞങ്ങൾ മദീനയ്ക്ക് വന്നോളി. അപ്പൊ സഹാബി പറഞ്ഞു, നബി ഞങ്ങൾ അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണം. അവിടേക്ക് വരുന്ന ഏതെങ്കിലും ശത്രുക്കളെ തടയാൻ ഈ ചെക്ക് പോയിന്റിന് പറ്റും. അപ്പൊ നബി സമ്മതിച്ചു. പിന്നെ അയാൾ മദീനക്കും പോയില്ല. മദീനക്കാൾ വലുത് നബിയെ സംരക്ഷിക്കലാണ്. മദീനേക്കാളും വലുതാണ് എന്ത്? നബി. ആ മനുഷ്യൻ നബി മദീനയ്ക്ക് വിളിച്ചു. നബി പോയില്ല. ആ സാഹിബി പോയില്ല. നബിയോട് പറഞ്ഞു, നബിയെ ഇവിടക്കലാണ് നല്ലത് ഞങ്ങൾക്ക്. എന്തുകൊണ്ട്? നിങ്ങളെ ശത്രുക്കളെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടൂല. എങ്ങനെയുണ്ട്? ആ സാഹിബി അവിടെ കൂടി, കുറച്ചാളുകൾ കൂടി ഒരു ചെക്ക് പോയിന്റ് ആക്കിയത്. ഒരു കുതിരകളി നടക്കൂല. ബല കണ്ണ് പെട്ടിട്ടല്ലാതെ ഒരുത്ത മദീനയ്ക്ക് പോകൂല. പറഞ്ഞ മനസ്സിലായോ? നബി മദീനയ്ക്ക് വിളിച്ചിട്ട് ഇവർ പോയില്ല. കാരണം ഇവർക്ക് വലിയത് ആരാണ്? മദീനയല്ല. ആരാണ്? നബിയാണ്. നബിയേക്കാൾ വലിയ ഒന്നുമില്ല. നബിയേക്കാൾ വലിയ ഒന്നുമില്ല. കഅബയുടെ 9 മുഴ ഇപ്പുറത്ത് പാർത്തിട്ട് ഒരു തവാഫ് ഖദീജ ബീവി ചെയ്തില്ല, ഒരു ഉംറ ചെയ്തില്ല, ഒരു ഹജ്ജ് ചെയ്തില്ല. എന്ത്?
ഖദീജക്ക് അത് വിഷയമല്ല, ഖദീജക്ക് റസൂലിന്റെ വിഷയം. ഒരു റസൂൽ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ അടയാളങ്ങളും കണ്ടു. സൂര്യൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഭൂമിക്ക് ഇറങ്ങിയിട്ട് തൻ്റെ മടിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. ആര്? സ്വപ്നം കണ്ടു. ആര്? ഖദീജ ബീവി. അപ്പോൾ മനസ്സിലായി സൂര്യൻ വരുന്നുണ്ട്, എൻ്റെ സൂര്യൻ വരുന്നുണ്ട്. ആ സൂര്യനെ കാത്തിരുന്നു. ആ സൂര്യനാണ് എന്ത്? മുഹമ്മദ് മുസ്തഫ. ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. ആ സിറാജ് മുനീറാണ് വന്നത്, മടിയിലേക്ക് ഇറങ്ങി വന്നത്. ആ ആൾക്ക് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല, ആ ആൾക്ക് പിന്നെ ഒന്നും വേണ്ട, ആ ആൾക്ക് പിന്നെ ഒന്നും വേണ്ട, ആ ആള് മതി, റസൂലിനെ മതി. അതാണ് ഖദീജ ബീവി. ആ ഖദീജ ബീവി മരിച്ചിട്ട് റസൂലിനെ കരഞ്ഞതുപോലെ പിന്നെ കരണ്ടില്ല. അലി റളിയല്ലാഹു അൻഹു കുട്ടിയാവുമ്പോൾ ആ വീട്ടിലുണ്ട്. റസൂലിനെ രാത്രി എണീറ്റ് കരയും. ഖദീജ ബീവി വഫാത്തായതില്. കാരണം അങ്ങനത്തെ ഒരാളില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ആര് പറയാം? അലി റളിയല്ലാഹു അൻഹു പറയാം. റസൂൽ പലപ്പോഴും പൊട്ടിക്കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം സഹിക്കാൻ കഴിയില്ല റസൂലുള്ളാഹിക്ക്. കാരണം ഈ ഖദീജ ബീവി ഒരു ജീവിതത്തില്ല. പക്ഷെ ആരും ലയിച്ചിട്ടുണ്ട്? റസൂൽ ലയിച്ചിട്ടുണ്ട്. അത് തന്നെ ആളെ പറഞ്ഞ ഒരാളുമില്ല. മക്കേ പോയാൽ ഖദീജ ബീവിന്റെ ഖബറിനടുത്ത് പോയി കരയണം. ആ കരയിൽ ഈ മക്ക ചെയ്യുന്ന അമലുകളൊക്കെ സാധൂകരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അതാണ്. മക്ക ഫതഹിന് വന്നിട്ടും ഹബീബ റസൂലുള്ളാഹ് അവിടെ കൊടി കുത്താൻ കൽപ്പിച്ചു. ആ ഖബറിന്റെ അടുത്ത് കൊടി കുത്താൻ കൽപ്പിച്ചു. അവിടെ ടെന്റ് കെട്ടി അവിടെ നബി പാർത്തു. അവിടെ പല സഹാബികൾ വീടുണ്ട്, നബി കൊടുക്കുകയില്ല. ഈ ഖദീജ ബീവിന്റെ ഖബറിന്റെ അടുത്ത് പാർത്ത് 2 ആഴ്ചയിലേറെ മുസ്തഫ നബി മക്ക ഫതഹിന്റെ സമയത്ത് 2 ആഴ്ചയിലേറെ ഹബീബ റസൂലുള്ളാഹ് മക്കൊക്കെ ലെവലാക്കിയതിനു ശേഷം റസൂലുള്ളാഹ് താമസിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ റസൂലുള്ളാഹ് താമസിച്ചത് എവിടെയാ? ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുത്ത്. വീട് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, മക്ക റസൂലുള്ളാഹിന്റെ അല്ലേ, അവിടുത്തെ വലിയ ധനാഢ്യൻ റസൂലുള്ളാഹിന്റെ സഹാബിയല്ലേ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഞാനൊക്കെ ഉണ്ട്, ഓരോ വലിയ വലിയ മുതലാളിമാരില്ലേ, അവർക്ക് പോയോ? ഇല്ല, ഖദീജയുടെ കല്ലടുത്തേക്ക് അവിടെ വന്നു. അവിടെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൊടി കൊടുത്ത സഹാബിയോട് പറഞ്ഞു, അവിടെ കൊണ്ട് കൊടി കുത്തണം, ആ കൊടിക്ക് കാവൽ നിൽക്കണം ഞാൻ വരുന്നത് വരെ. ആ സഹാബി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അവിടെ പോയി ആ പരിസരത്താണ് കൊടി കുത്തിയത്. എന്നിട്ട് അവിടെ തന്നെ കാത്തുന്നു റസൂൽ വരുന്നവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരാണ് ലയിച്ചത്. ആരിൽ? സുലൈൽ. അവരാണ് ഒന്നാം സ്ഥാനം. ഇസ്ലാമിലേക്ക് അവ്വലു മൻ ദഖല ബിൽ ഇസ്ലാമി ഫിൽ ഇസ്ലാമി ഖദീജ. ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. കാരണം ലയിച്ചത് റസൂലെ ലയിച്ചത്. നിങ്ങളെന്നാലേക്ക് അവരെ വേറെല്ലാവർക്കൊക്കെ നമ്മളെ ഉമ്മുൽ മുഅ്മിനാണ്. ഇത് ഉമ്മുൽ കുബ്ര, ഖദീജത്തുൽ കുബ്ര. വലിയ ഖദീജയാണ്, വലിയ ആളാണ്. ഇത് ചെറിയ ഉമ്മയല്ല, ഇത് വലിയ ഉമ്മയാണ്. എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? എൻ്റെ ഉപ്പ് കറിയിൽ ലയിച്ചതിനേക്കാൾ കൂടുതൽ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബ നബി ലയിച്ചു.